ജനകീയ സർക്കാർ അതിന്റെ 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ജില്ലാതല യോഗം ഇന്ന് നെടുങ്കണ്ടത്താണ്, അതായത് ഇടുക്കിയിലാണ് നടക്കുക. രാവിലെ നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇന്ന് മുഖ്യമന്ത്രി വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷം വൈകിട്ട് LDFന്റെ മഹാറാലി ഉണ്ടാകും, പൊതുസമ്മേളനം ഉണ്ടാകും. നെടുങ്കണ്ടത്താണ് ഇതൊക്കെ നടക്കുക. വിവരങ്ങളുമായി ഇപ്പോൾ നമ്മളോടൊപ്പം സാലി മുഹമ്മദ് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. സാലി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ? നെടുങ്കണ്ടത്താണ് രാവിലെ? യെസ്, തീർച്ചയായും നെടുങ്കണ്ടത്താണ്. എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? എങ്ങനെയുണ്ട്? ഒക്കെ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. കാലാവസ്ഥ അടിപൊളി, തണുപ്പുണ്ട് അല്ലേ? പക്ഷേ ഇപ്പോൾ വെയിൽ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിട്ടൊക്കെ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ രാത്രി മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും 10:30 ഇവിടെ സജീവമാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മനു സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നിടത്താണ് ഈ ആദ്യത്തെ പരിപാടി. അതായത് സാധാരണ മുഖ്യമന്ത്രി സർക്കാരിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് 2 പരിപാടികളാണ് ഉള്ളത്. ഒന്ന് രാവിലെ ഉച്ചയ്ക്ക് മുമ്പായി മുഖ്യമന്ത്രി ഈ പ്രധാനപ്പെട്ട ആളുകളും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒക്കെ ആയിട്ട് ഒരു കൂടിക്കാഴ്ച. വൈകിട്ട് അത് സർക്കാർ പരിപാടിയും, വൈകിട്ട് ഇടതുമുന്നണിയുടെ പരിപാടി. ആ ഇടതുമുന്നണിയുടെ പരിപാടി തൊട്ടടുത്ത് പഞ്ചായത്ത് മൈതാനിയിൽ വൈകിട്ട് 5:30 നടക്കും. അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് 30,000-ഓളം LDF പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു വലിയ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ പരിപാടി നടക്കുന്ന, രാവിലെ മുഖ്യമന്ത്രി പ്രമുഖരുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്ന, മുഖാമുഖം പരിപാടി നടത്തുന്ന ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിലാണ് ഞാനിവിടെ ഉള്ളത്. 10 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തും. തിരഞ്ഞെടുക്കപ്പെട്ടവ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ, കലാകാരന്മാർ, കർഷക തൊഴിലാളികൾ, വ്യാപാരികൾ, ചെറുകിട വ്യവസായികൾ, അങ്ങനെ നിത്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള മനുഷ്യരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ അഭിപ്രായം തേടുന്നു. വരുന്ന കാലത്ത് എങ്ങനെ കേരളത്തെ കെട്ടിപ്പടുക്കണം എന്നതിനെക്കുറിച്ച് അവരോട് ചോദിക്കുന്നു. സർക്കാരിൻ്റെ നിലപാട്, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെ ഒരു പരിപാടിയാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ ജാഥ മുതൽ സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമീപനം അതാണ്. ഏറ്റവും ജാഗ്രതയോടുകൂടി മറ്റു മനുഷ്യരെ അല്ലെങ്കിൽ ഒപ്പം ഉള്ളവരെ, കേരളത്തിലെ മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ള സമീപനം. അങ്ങനെ കേൾക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇന്ന് 4ാമത്തെ ജില്ലയാണ്. നമുക്കറിയാം, കാസർഗോഡ് നിന്ന് ആരംഭിച്ചു, വയനാട്, പത്തനംതിട്ട, ഇടുക്കി, അങ്ങനെ 4ാമത്തെ ജില്ലയിലേക്ക് ഈ പരിപാടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെത്തുമ്പോൾ ഏറ്റവും സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് 5ാം വർഷത്തിലേക്ക് 50ാം വർഷത്തിലേക്ക് 5 പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ജില്ല രൂപീകരിച്ചിട്ട്. സമാനതകളില്ലാത്ത വികസനം കൈവന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയതെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. അതിന് പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ജില്ലയാണിത്, ഭൂപ്രശ്നമടക്കം. അപ്പോൾ ഈ ഭൂപ്രശ്നമടക്കം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ശ്രമങ്ങൾ അത് വലിയ തോതിൽ ആളുകൾക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 55,000-ഓളം പട്ടയങ്ങൾ, അതായത് ഇവിടെ അധിവസിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയൊരു ആവശ്യം പട്ടയമാണ്, ഉപാധിരഹിത പട്ടയം. അങ്ങനെ 55,000 ഉപാധിരഹിത പട്ടയം കൊടുത്തൊരു സർക്കാരാണ്. ഒരു കാലത്തും കൊടുത്തിട്ടില്ല അങ്ങനെ. ഒപ്പം തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂപതിവ് ചട്ട ഭേദഗതി, അത് പതിറ്റാണ്ടുകളായി ഇന്നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. അത് നടപ്പിലാക്കിയൊരു സർക്കാരാണിത്. മാത്രമല്ല, അടിസ്ഥാന വികസന രംഗത്ത് ഏതാണ്ട് 2,000 കോടിയുടെ റോഡുകൾ, മലയോര ഹൈവേ, മറ്റ് റോഡുകൾ ഒക്കെ ആയിട്ട് ഈ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒപ്പം ഒരു മെഡിക്കൽ കോളേജ്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജ് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ മുമ്പിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് വെച്ച് മെഡിക്കൽ കോളേജ് ആക്കിയതാണ്. അവിടെ നിന്ന് ആരംഭിച്ച് കോടാനുകോടി രൂപ, 100 കണക്കിന് കോടി രൂപ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുള്ള വലിയ മെഡിക്കൽ കോളേജാക്കി ചെറുതോണിയിലെ ഇടുക്കി മെഡിക്കൽ കോളേജിനെ മാറ്റിയത് ഈ സർക്കാരാണ്. 1ാം പിണറായി സർക്കാരും തുടർച്ചയായി വന്ന 2ാം പിണറായി സർക്കാരും. അപ്പോൾ ഇടുക്കിയിലെ ജനങ്ങളോട് ഏറ്റവും ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും എത്താൻ കഴിയുന്നൊരു മുഖ്യമന്ത്രിയാണ് ചരിത്രത്തിൽ പിണറായി വിജയൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് 4ാമത്തെ പരിപാടിയായി ഇടുക്കി ജില്ല തന്നെ തിരഞ്ഞെടുത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും 10:30 അവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്കൂൾ മൈതാനത്ത് 10:30 ഈ പ്രമുഖരും ഒക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ചകൾ ആരംഭിക്കുക. എല്ലാ തരത്തിലും വിവിധ മേഖലകളിലുള്ള പ്രമുഖർ ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ജില്ലയിലെത്തിയിട്ടുണ്ട്, മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. മറ്റു മന്ത്രി റോഷി അഗസ്റ്റിൻ വത്തിക്കാനിലായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹമാണ് പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത്. സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ അല്പം മുമ്പ്
നെടുങ്കണ്ടത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം നമ്മളെ കാണാം എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ലൈവിൽ എത്തിക്കാം. അപ്പം എന്താണ് ജില്ലയിൽ ഈ സർക്കാർ നടപ്പിലാക്കിയത് എന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി തന്നെ നമ്മളോട് വിശദീകരിക്കുകയും ചെയ്യും. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വൈകിട്ട് LDF യോഗവുമുണ്ട്, പ്രകടനവുമുണ്ട്. വലിയ ജനക്കൂട്ടം അവിടെ എത്തും. അങ്ങനെ വലിയ ആവേശത്തിലാണ് ജില്ലയിലെ ഇടത് ക്യാമ്പ് എന്ന് പറയാം. മനു, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു സാലി. നമ്മുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകർക്കൊക്കെ വലിയ വിഷമമായിരിക്കുമല്ലേ? കാരണം 100 കോടി ചെലവാക്കുന്നു സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങൾക്ക് വേണ്ടി എന്ന വാർത്തയൊക്കെ പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ വീണ്ടും ഇടുക്കിയിലേക്ക് അവർക്ക് വരേണ്ടി വരുന്നത്. അപ്പോൾ ആ മാധ്യമ പ്രചരണങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാതെ ഈ വാർത്ത കടന്നു പോകുന്നത് ഒരു സുഖകരമാവില്ല. തീർച്ചയായിട്ടും. അതായത് ഈ LDF സർക്കാർ ഏത് തരത്തിലുള്ള പരിപാടി നടത്തിയാലും, എന്ത് വികസന പദ്ധതി നടപ്പിലാക്കിയാലും അതിൻ്റെ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു ആക്ഷേപമാണിത്. അത് വളരെ ബോധപൂർവം ഒരേ കേന്ദ്രത്തിൽ നിന്ന് ഒരേ കണക്ക് ഉദിച്ചു വരികയും അത് വിവിധ മാധ്യമങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് കുറേ നാളുകളായിട്ടുള്ള. പക്ഷേ ഇതിൽ പൊളിഞ്ഞത് ഏറ്റവും ഒടുവിൽ 100 കോടി കോടാനുകോടി രൂപ മുടക്കിയാണ് സർക്കാർ വാർഷികം എന്നിവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആദ്യം ഒരു മാധ്യമം കൊടുക്കുന്നു. പിന്നീട് കണക്ക് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് വളരെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരാഘോഷം സംഘടിപ്പിക്കുകയാണ് സർക്കാർ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സർക്കാർ വാർഷികാഘോഷ പരിപാടികളിൽ ഒന്നാണിത്. അതിനും പണം കണ്ടെത്തുന്നത് പ്രദർശനമുണ്ട്. എല്ലാ ജില്ലകളിലും പ്രദർശനമുണ്ട്. ആ പ്രദർശന സ്റ്റാളുകൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളും വ്യവസായ സ്ഥാപനങ്ങളും സർക്കാരിതര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ സ്റ്റാളുകൾ ഉൾപ്പെടുന്ന ആ സ്റ്റാളിനൊരു ഫീസുണ്ട്. ആ ഫീസിൽ നിന്നാണ് അങ്ങനെ സ്റ്റാളുകൾക്ക് ലഭിക്കുന്ന ഫീസിൽ നിന്നാണ് ഇതിൻ്റെ ചെലവിൻ്റെ സിംഹഭാഗവും കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. സർക്കാരിന് നാമമാത്രമായ ചിലവേ ഉള്ളൂ എന്ന് സർക്കാർ ഇതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായാലും അത്തരം ആക്ഷേപം ഉന്നയിച്ചവരുടെ വായ ആ കണക്ക് പുറത്തു വന്നതോടുകൂടി അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. മനു സൂചിപ്പിച്ച ശരിയാണ്. കാരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എക്കാലത്തും ഇടത് സർക്കാരുകൾ, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷം കൂടിയിട്ടുണ്ട്. അതൊരു മാധ്യമങ്ങൾ, പ്രതിപക്ഷം, അങ്ങനെ ഒരു ഗ്രൂപ്പ്, കുറേ ചർച്ചാ തൊഴിലാളികൾ, അങ്ങനെ കുറേ ആളുകൾ ചേർന്ന് ഇതിനൊരു കണക്കുണ്ടാക്കി പൊതുസമക്ഷം അവതരിപ്പിച്ച് നിങ്ങളിങ്ങനെ തൂർത്ത് നടത്തുകയാണ് എന്ന് നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ അത് പൊളിഞ്ഞത് കൃത്യമായി കണക്ക് സർക്കാരും നേരത്തെ തന്നെ പുറത്തുവിടുകയും എങ്ങനെയാണ് ഇതിൻ്റെ വരുമാന സ്രോതസ്സ് കണ്ടെത്തിയത് എന്ന് വിശദമാക്കുകയും ചെയ്തതോടുകൂടി ആ വാദം പൊളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ വാദത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പൊലിപ്പിക്കാനൊക്കെയുള്ള ശ്രമം ഉണ്ടാകും. പക്ഷേ വളരെ ജാഗ്രതയോടുകൂടിയാണ് സർക്കാരും ഒരു വശത്ത് ഇടതുമുന്നണിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു സാധ്യതയുമില്ല. ഏതായാലും വിവാദങ്ങൾക്കൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. ആളുകൾ വലിയ ആവേശത്തോടെ പങ്കെടുക്കും. ഈ മുഖാമുഖത്തിൽ എത്തുന്ന ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവർ പൊതുവിൽ അങ്ങനെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പരിഗണനയുടെയോ ജാതിമത സങ്കുചിത ചിന്തകളുടെയോ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ എല്ലാത്തരം മനുഷ്യരെയും, ഈ സർക്കാരിൻ്റെ നേട്ടം അനുഭവിച്ച മുഴുവൻ ആളുകളെയും അവരുടെ പ്രതിനിധികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആവേശകരമായ ഒരു പരിപാടിയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവാദങ്ങൾക്ക് ഇവിടെ സ്ഥാനവുമില്ല. മനു, ശരി, ഓക്കെ, താങ്ക് യു സാലി. ഏതായാലും അല്പസമയത്തിന് തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനുമായി സാലി നമ്മളോടൊപ്പം വീണ്ടും ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം അതിങ്ങനെ ഭംഗിയായി എല്ലാ ജില്ലകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ധൂർത്തിൻ്റെ കണക്കുകൾക്കൊക്കെ കൃത്യമായ മറുപടികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള വിവാദങ്ങൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പറയുന്നൊരു ഗ്രൂപ്പ്, ഇപ്പോൾ നാളെ സാലി പറഞ്ഞതുപോലെ ആ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, മാധ്യമങ്ങളുടെ ഒരു വലിയ പട, പ്രതിപക്ഷം, പിന്നെ 8 മണിക്ക് എത്തുന്ന ചർച്ചാ തൊഴിലാളികൾ, അതിപ്പോൾ കാലങ്ങളായി ഉള്ളൊരു തൊഴിലാളികളാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഒരു 10 വർഷം പുറകോട്ട് പോയാലും നമുക്ക് ആ തൊഴിലാളികളെ കാണാൻ കഴിയും. അന്ന് അവരുടെ തലയിൽ നിറയെ മുടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ആ മുടി വരെ പൊഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ആളുകൾക്കൊരു മാറ്റവുമില്ല. ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലമായി CPIM നന്നാക്കാൻ ഇവർ ശ്രമിക്കുന്നു, LDF നന്നാക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെ പിണറായി വിജയനെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു മാറ്റവുമില്ല. പക്ഷേ നാട് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് കാണാത്തത് ഈ പറയുന്ന ചേട്ടന്മാർ മാത്രമാണ്. അപ്പോൾ അവരങ്ങനെ തുടരട്ടെ, നമുക്ക് നാടിൻ്റെ മാറ്റത്തിനൊപ്പം മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ സാലി അവിടെ നിന്ന് പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്.